Hi friends, welcome back to my channel 1 Million Sheets. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് ക്ലാസ്സിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വരച്ച് പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് എക്സസൈസസും അതുപോലെ ഒരു പിക്ക് നമുക്ക് വരച്ച് നോക്കി നോക്കാം. നമ്മൾ ഇത്രയും നാൾ നമ്മൾ വരച്ച് പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എത്രമാത്രം ഇമ്പ്രൂവ്മെൻറ്റ് ആയിന്ന് നമുക്ക് അപ്പോൾ മനസ്സിലാവും. പിന്നെ ഇതുപോലെ നിങ്ങൾ ഇനി ഈ ഡ്രോയിങ് ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്ത് വരച്ച് പഠിക്കുക. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് വരച്ച് പഠിച്ചാൽ തന്നെയാണ് നമ്മുടെ ആർട്ട് ഇമ്പ്രൂവ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ വരച്ച് പഠിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതായിട്ട് വീഡിയോയ്ക്ക് പോവാം. അതിന് മുമ്പ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക മറക്കരുത്. പിന്നെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനത്തെ ലൈൻസും അതുപോലെ സർക്കിൾസും ഒക്കെ വരച്ച് നമ്മുടെ കൈ അത്യാവശ്യം ഫ്ലുവൻ്റ് ആക്കി വെച്ചേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് പഠിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയാം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള കുറച്ച് എക്സസൈസും കൂടി ചെയ്ത് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സർക്കിൾസ് ഒക്കെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈക്ക് നല്ല ഫ്ലുവൻസി കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ സർക്കിൾസിൻ്റെ ഹാഫ് ആക്കിയിട്ട് ബാലൻസ് ചെയ്ത് നിർത്തണം. അപ്പോൾ അതിൻ്റെ ഹാഫ് പോർഷൻ ഇതുപോലെ ബാലൻസ് ചെയ്ത് നിർത്താം. അതുപോലെ നെക്സ്റ്റ് ഇപ്പുറത്തെ പോർഷനും ഇതുപോലെ വരച്ച് ബാലൻസ് ചെയ്ത് നിർത്താം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് പെൻസിൽ ഷാർപ്പൻ ചെയ്യണതെന്ന് പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് പെൻസിൽ പിടിക്കേണ്ടതെന്നാണ് പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ രണ്ട് വിരൽ വെച്ചിട്ട് ഡിസ്റ്റൻസിൽ അത് അവിടെയാണ് നമ്മൾ പെൻസിൽ പിടിക്കേണ്ടത് വരയ്ക്കാനായിട്ട്. അപ്പോൾ ഇവിടെ പിടിച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ വരയ്ക്കാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ ആർട്ട് ഇമ്പ്രൂവ് ആവുള്ളൂ. പിന്നെ നമുക്ക് നല്ല ബാലൻസ് കിട്ടാനായിട്ട് ഇങ്ങനെ പിടിച്ച് വരയ്ക്കുന്നത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ എക്സസൈസ് നമ്മളത് റിവേഴ്സ് പോർഷനിലേക്കും കൂടി പ്രാക്ടീസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്യാമെന്നാണ് പറയണത്. ഇപ്പോൾ നമ്മളൊരു പെൻസിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്തത് ഡാർക്ക് ടോൺ, പിന്നെ മിഡിൽ ടോൺ, പിന്നെ ലൈറ്റ് ടോൺ, ഇങ്ങനെ 3 ടോൺസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പം ഇങ്ങനെ നമ്മൾ ആദ്യം ഡാർക്ക് ടോണിൽ തുടങ്ങി, പിന്നെ മിഡിൽ ടോൺ എത്തി, പിന്നെ ലൈറ്റ് ടോൺ എത്തി. അപ്പം ഇങ്ങനെ നിങ്ങൾ 2-3 ഡയറക്ഷനിലേക്കൊക്കെ നിങ്ങൾ ഷെയ്ഡ് ചെയ്ത് പഠിക്കാം. അപ്പം നിങ്ങൾ ഇതിൻ്റെ നമ്മുടെ കൈൻ്റെ പ്രഷർ കൺട്രോൾ ചെയ്യാനൊക്കെ ഇങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഇതുപോലെ സർക്കിൾസ് അല്ലെങ്കിൽ സ്ക്വയേഴ്സ് ഒക്കെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലെ ഡാർക്ക് ടോണിൽ നിന്ന് തുടങ്ങി പിന്നെ മിഡിൽ ടോണിക്ക് കടന്ന് പിന്നെ നമ്മൾ ലൈറ്റ് ടോണിക്ക് വന്ന് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ കൂടുതൽ നമ്മൾ ആ സർക്കിളിൻ്റെ പുറത്തേക്ക് പോകാണ്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ സർക്കിൾ തന്നെ വരയ്ക്കുന്നതിൽ ഇതുപോലെ സ്ക്വയർ വരച്ചിട്ട് ഇതുപോലെ ഡാർക്ക് ടോണിൽ നിന്ന് ലൈറ്റ് ടോണിലേക്ക് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ പ്രാക്ടീസൊക്കെ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മളിപ്പോൾ ഇനി ആർട്ട് ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മെറ്റീരിയൽസൊക്കെ വേണമെന്നാണ് ഞാൻ പറയാൻ പോണത്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സ്കെച്ച് ബുക്ക് വാങ്ങിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. ഇതിൻ്റെ റേറ്റ് ഓൾമോസ്റ്റ് 194 റുപ്പീസാണ്. 200ൻ്റെ അടുത്താണ് ഇതുപോലത്തെ സ്കെച്ച് ബുക്സിനൊക്കെ വരാം. അതിന് അത്യാവശ്യം പേജസ് ഉണ്ടാവും. പിന്നെ നല്ല അത്യാവശ്യം 130 GSM കട്ടിയുള്ള പേപ്പേഴ്സാണ്. നല്ലൊരു ഡ്രോയിങ് ബുക്കാണ്. നിങ്ങൾ വരയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ കൂടുതലും ഡ്രോയിങ് ബുക്കിൽ വരയ്ക്കണം എന്നാണ് ഞാൻ പറയുക. കാരണം പേപ്പേഴ്സ് വരച്ച് കഴിഞ്ഞാൽ നമ്മളത് എടുത്ത് വെക്കില്ല. അപ്പോൾ ബുക്കിലാകുമ്പോൾ അങ്ങനെ ബുക്കായിട്ട് നമ്മൾ എടുത്ത് വയ്ക്കും. അപ്പോൾ എപ്പോഴും ബുക്സ് യൂസ് ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാം. ഇപ്പോൾ ഇത് വാങ്ങിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അഫോർഡബിൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്ലാസ്മേറ്റിൻ്റെ സാധാ ഇങ്ങനത്തെ ഡ്രോയിങ് ബുക്കായാലും കുഴപ്പമില്ല. ഇതിനാകുമ്പോൾ 30 റുപ്പീസേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ഒരു ഡ്രോയിങ് ബുക്ക് വാങ്ങിക്കാം. പിന്നെ അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഇനി വരച്ച് പഠിക്കാനായിട്ട് വരയ്ക്കാൻ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഏത് പെൻസിലാണ് യൂസ് ചെയ്യണം. ഞാൻ ഈ ബ്രിസ്റ്റോൻ്റെ ഗ്രാഫൈറ്റ് പെൻസിൽസാണ് യൂസ് ചെയ്യണത്. ഇതിൽ 12 ഷെയ്ഡ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് തന്നെ വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും പറയില്ല. ഇതിൻ്റെ റേറ്റ് 400ൻ്റെ അടുത്താണ്. 384 സംതിങ് ആണ് റേറ്റ്. അപ്പോൾ ഇത് വാങ്ങിക്കണമെന്ന് ഞാൻ പറയൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുഴപ്പമില്ലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. അല്ലെങ്കിൽ ഇതുപോലത്തെ ആർട്ട് ലൈൻ്റെ പെൻസിൽസ് വാങ്ങിക്കാം. അതിനൊക്കെ ഇതിനേക്കാൾ റേറ്റ് കുറവാണ്. അപ്പോൾ ആർട്ട് ലൈൻ്റെ പെൻസിൽസ് സെറ്റായിട്ട് വാങ്ങിക്കാം. അല്ലെങ്കിൽ ഇതുപോലത്തെ ക്യാമലിൻ്റെ ഇതൊന്നും വാങ്ങിക്കാൻ പറ്റാത്തൊരു ഇതുപോലത്തെ ക്യാമലിൻ്റെ പെൻസിൽസ് ഇതൊക്കെ അത്യാവശ്യം പെൻസിൽ റബ്ബറൊക്കെ വാങ്ങിക്കുന്ന സാധാരണ സ്റ്റേഷനറി കടയിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ക്യാമലിൻ്റെ പെൻസിൽസ് അവൈലബിൾ ആണ്. അത് തന്നെ എല്ലാം വാങ്ങിക്കണമെന്നൊന്നും പറയില്ല. ഒരു HB പെൻസിൽ, പിന്നെ സാധാ ഒരു 2B പെൻസിൽ, പിന്നെ അത്യാവശ്യം നല്ല ഡാർക്ക് ടോൺസ് കൊടുക്കാനായിട്ട് ഒരു 8B അല്ലെങ്കിൽ 10B പെൻസിൽ വാങ്ങിക്കാം. ഇത് 3 പെൻസിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം വരയ്ക്കാം. പിന്നെ ഇത് ഓപ്ഷനിലാണ് ചാർക്കോൾ പെൻസിൽ സോഫ്റ്റ്.
അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കും. ഇത് കാർഡ് സ്റ്റോഴ്സിൽ നിന്ന് കിട്ടും, അതുപോലെ ഓൺലൈനിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇനി നമുക്ക് ഒരു പിക്ക് വരച്ച് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ മുമ്പ് ലൈൻസൊക്കെ വരച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇതൊക്കെ നമുക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് വരയ്ക്കാം. അതുപോലെ ഒരു വീടാണ് ഇപ്പോൾ വരയ്ക്കണേ. ഒരു ചെറിയൊരു സർക്കിൾസ് വന്നു, പിന്നെ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻസ് കുറേ നമ്മൾ യൂസ് ചെയ്തു. നമ്മൾ മുമ്പേ സ്ട്രെയിറ്റ് ലൈൻസ് ഒക്കെ വരച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് തന്നെ വരച്ചെടുക്കാൻ പറ്റും. അതുപോലെ അതിൻ്റെ അടുത്തൊരു കുഞ്ഞൊരു വീടും കൂടി ഞാൻ വരച്ചെടുക്കുകയാണ്. നെക്സ്റ്റ് ഇതിൻ്റെ ബാക്കിൽ കുറച്ച് മൗണ്ടെയിൻസ് വരുന്നുണ്ട്, അപ്പോൾ അതും കൂടി വരച്ചെടുക്കാം. ഈ 2-3 മൗണ്ടെയിൻസ് ഉണ്ട്, അപ്പോൾ അത് വരച്ചെടുക്കാം. പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് കൊടുത്തെടുക്കാം. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസ് ഇങ്ങനെ വെച്ച് ഹാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണേ. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് പഠിക്കാം. ഈ പിക്ക് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വരച്ച് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ വരച്ച് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിവിടെ കുറച്ച് പൈൻ ട്രീസ് വരയ്ക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് പിന്നെ ചെറിയ ചെറിയ ലീവ്സ് ഇങ്ങനെ സൈഡിലേക്ക് വരച്ച് കൊടുക്കാം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും, കാരണം നമ്മൾ ലൈൻസ് ഒക്കെ വരച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം ഒരു ലൈൻ സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് പിന്നെ സൈഡിലേക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ ലൈൻസ് വെച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഈ സൈഡിൽ നമ്മൾ സ്ക്രിബിൾ ചെയ്തിട്ട് ചെറിയ ബുഷസ് പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കൊരു വഴി വരച്ചെടുക്കാം. അപ്പോൾ കേർവ്സ് ഒക്കെ നമ്മൾ വരച്ച് പഠിച്ചിട്ടുള്ളതാണ് ഓൾറെഡി, അപ്പോൾ അതും നമുക്ക് സിമ്പിളായിട്ട് തന്നെ വരച്ചെടുക്കാം. പിന്നെ ഇവിടെ സൈഡിൽ ഇതുപോലെ 2 സ്ട്രെയിറ്റ് ലൈനും പിന്നെ മുകളിൽ ഒരു വട്ടം ഇട്ടിട്ട് വേലിയാണ് നമ്മൾ വരച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് അത് ഷെയ്ഡ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ഒരു റൗണ്ട് എഫക്റ്റ് കിട്ടാനായിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കാം. ബാക്കി എല്ലാ വേലിയുടെ പോർഷൻസും ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് അടിയിൽ കുറച്ച് പുല്ല് വരച്ച് കൊടുക്കാം. അത് ചെറുതായിട്ട് ഇങ്ങനെ ലൈൻസ് ഇട്ട് ഇങ്ങനെ വര കൊടുത്താൽ മതി. പിന്നെ മുകളിലും ഇങ്ങനെ ചെറിയൊരു പുല്ലിൻ്റെ ടെക്സ്ചർ കിട്ടാനായിട്ട് അതുപോലെ വരച്ച് പിന്നെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി ഇനി ആ വേലിയുടെ ആ ഷാഡോ താഴെ വന്നിട്ടുണ്ടോ, നമ്മൾ പെൻസിൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഷാഡോ. അപ്പം അത് നമ്മൾ മിസ് ചെയ്യരുത്. ഓൾമോസ്റ്റ് നമ്മുടെ പിക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരച്ച് പ്രാക്ടീസ് ചെയ്യുക. പിക്ക് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇടാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ അതുപോലെ ഇന്ന് ചെയ്യാനുള്ള വരയ്ക്കാനുള്ള പിക്സ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇടാം. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ആ പിക്ക് വരച്ച് പഠിക്കുക. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.